എടി മോളിക്കുട്ടിയേ, എണീക്കടി. ഒരുത്തിയെന്ന് പെണ്ണ് കാണാൻ വരുന്ന ദിവസമാ. എടി അങ്ങോട്ട് എഴുന്നേക്കാൻ. നേരം വെളുത്തില്ല അമ്മച്ചി. പിന്നെ എന്നാത്തിനാണെന്നോ? പള്ളി പോണ്ടായിടി. ഞാനതിന് ഞായറാഴ്ച 1-ാം കുർബാനയ്ക്ക് പോവാറില്ലല്ലോ. ഇപ്പൊ ഇതെന്നതാ ഒരു പുതുമ? നിന്നെ കാണാൻ വരത്തില്ലോടി നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കന്റെ തന്താ. കുളിച്ചെഴുന്നേറ്റ് പള്ളി പൊടി ദൈവ വിചാരത്തോടെ. എടി എടി മൂദേവി, എടി സൂസി, എടി എഴുന്നേക്കടി അവിടുന്ന്. സ്ത്രീധനം കൊടുക്കാനോ 10 കാശില്ല. ഇനിയിപ്പോ ദൈവാനുഗ്രഹത്താലേ നിന്റെയൊക്കെ കല്യാണം നടക്കത്തുള്ളൂ. മൂദേവികള് ഇനിയിപ്പൊ എഴുന്നേറ്റ് 1-1.5 മണിക്കൂർ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പൊട്ടും ചാന്തം മാരി തേച്ചെന്നും വെച്ച് ഒരുത്തനും വന്ന് കെട്ടിക്കൊണ്ട് പോകത്തില്ല കേട്ടോ. കുഴി കൊച്ചു നല്ല 1-ാം നമ്പർ അർക്കീസാ. കണക്ക് പറഞ്ഞ അയാൾ കാശ് വാങ്ങിക്കും. പള്ളിയിൽ ചെന്ന് ഉണ്ണിയേച്ചനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കും. അയാൾക്ക് കൂടുതൽ കാശ് ചോദിക്കാൻ തോന്നല്ലേ. അപ്പന്റെ പാങ്ങിന് ഒതുങ്ങിയ മാതിരി ചോദിക്കണേന്ന്. ഈ അമ്മച്ചിയുടെ ഒരു കാര്യം. 4 ഏക്കർ റബ്ബറും 1 ഈടലിന് 600 തേങ്ങായും കിട്ടുന്ന പത്തനംതിട്ടക്കാരൻ പത്രോസ് കൂട്ടി എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ കൊടുത്ത കരിപ്പട്ടി കാപ്പിയും അവല് നനച്ചതും തിന്നും വെച്ച് എന്റെ മുഖത്തോട്ടൊരു നോട്ടം. ഓ, ഇപ്പോഴും എന്റെ ഉള്ളു ധരിച്ചു പോവും. ഇവളുമാരെ പോലെ വല്ലതായിരുന്നോ അന്ന് ഞാൻ കാണാനിരുന്നത്? നല്ല കറുത്തിരണ്ട മുടിയും കരിങ്കൂവള കണ്ണും. കർത്താവേ, എന്റെ കണ്ണും കൂടെ ചെറുതായിപ്പോയി. 17ക്ക് 17 മൽമൽ മുണ്ടും ഒക്കെ കൂടി ഇടവകയിലൊരു മേളാങ്കം തന്നെ ആയിരുന്നേ. അന്ന് കരിസ്മാറ്റിക് ധ്യാനിപ്പിക്കാൻ വന്ന കോവേന്തപ്പട്ടക്കാരൻ കൊച്ചച്ചൻ എന്നതാ പറഞ്ഞ്. നീ ഇങ്ങനെ എന്റെ തൊട്ടു മുമ്പിൽ വന്നു നിന്ന് കയ്യും മെയ്യും മറന്ന് ധ്യാനിക്കല്ലേ എന്റെ പൊന്നെ എലിയാമേ, ഞാൻ പാപിയായി പോവേന്ന്. അങ്ങനെയുള്ള ഞാൻ എവിടെ കിടക്കുന്നു, ഇവളുമാരെവിടെ കിടക്കുന്നു? എന്റെ വിധി എന്റെ മക്കൾക്ക് വരല്ലേന്ന് ഓർത്താ ഞാൻ കർത്താവിനെ കണ്ടാ നല്ല സുന്ദരനാണോ? ചേച്ചിക്കൊന്ന് ആലോചിച്ചാലോ അമ്മച്ചി? പോടി കുരുത്തം കെട്ടോളെ, അതേ പ്രസംഗം പറയുന്നു. ആ ചെക്കനെ കണ്ണി പിടിക്കാൻ പ്രാർത്ഥിക്കടി. നേരെ ചേച്ചി, വേഗം പോയി കുളിച്ച് പ്രാർത്ഥിക്ക്. ചേച്ചിയുടെ കെട്ട് കഴിഞ്ഞിട്ട് വേണമല്ലോ എനിക്ക്. എന്നതാ എന്റെ പുന്നാര സൂസിമോള്, അങ്ങനെ മാത്രം കരുതണ്ട കേട്ടോ. അതെ, പെറ്റ് വീണപ്പോ ഒരു എലിവാല് പോലെ ഉണ്ടായിരുന്നുള്ളു നീ. നിലങ്കാര ചുമയും കരപ്പനും വന്ന് ചട്ടുകാലം വൈദ്യം തന്ന മരുന്നും കഷായവും തിന്നിട്ട് ചാവാതെ ചത്ത നിന്നെ നേർച്ച നേർന്നാ ഞാൻ ഇവിടം വരെ കൊണ്ട് എത്തിച്ചത്. നിന്നെ ഞാൻ കർമ്മലത്താമടത്തി വിടും. നിന്നെ കെട്ടിക്കുന്ന പ്രശ്നമേ ഇല്ല. അന്ത്രു ആണോടാ? ആ അന്ത്രു, താൻ ഏതായാലും വന്നത് നന്നായി. ഒരു 10 മുട്ട ഇങ്ങ് തന്നേച്ചും പോ. അങ്ങോട്ട് തരാനില്ല. അതെന്താ പറഞ്ഞപ്പാ? നിങ്ങൾക്ക് എന്താണ് 10 മുട്ട? മികായിലേട്ടൻ അടയിരിക്കാൻ പോണ്ട. എടോ, ഉപ്പും കോലുള്ള വർത്താനം പറയരുതെന്ന് തന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഉള്ളതാ, അത് ഞാൻ ഇത്തിരി പ്രായ കൂടുതലുണ്ട്. പക്ഷെ അടയിരിക്കുന്ന പരുവത്തിലായിട്ടില്ല കേട്ടോ. അതേ, നമ്മുടെ മോളിക്കുട്ടിയെ കാണാൻ ഇന്നൊരു കൂട്ടര് വരും. അങ്ങ് കൊങ്ങാണ്ടൂരുന്നാ. കുഴി കൊച്ച് എന്ന് കേട്ടിട്ടുണ്ടോ? അല്ല, ഞാൻ കേട്ടിട്ടില്ല. വലിയ റബ്ബർ തോട്ടവും എസ്റ്റേറ്റും വലിയ സൗകര്യമൊക്കെ ഉള്ളവരാടോ. ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണേ. ആ ചാരപ്പിടയുടെ പൊരുന്നതിന് എന്തായാലും മാറുകയില്ല. അപ്പൊ അതിനെ അങ്ങ് കൊന്ന് ഇറച്ചിക്കറിയും വെച്ച് മുട്ട പൊരിച്ചതും കൂടെ കൊടുക്കാമല്ലോ എന്നും കരുതിയ. താനൊരു 10 മുട്ട ഇങ്ങ് തന്നേച്ചും പോടോ. അടുത്ത ആഴ്ച തിരിച്ചു തരാവടോ. അല്ല, ചെറുക്കന്റെ പേരെന്താ? അങ്ങോട്ട് ഇറങ്ങിയിട്ടോ. അയ്യരാ, അത് കൊള്ളാം. ആ ജോയിക്കുട്ടിന്നോ ജോണിക്കുട്ടിന്നോ ഏതാണ്ടൊരു പൊരുത്തം കെട്ട കുട്ടിയാ. അല്ല, ശ്രീധരൻ എന്ത് കൊടുക്കണ്ട എന്റെ ചേർത്തി? ഒക്കെ കൊടുക്കണോടോ. ഒരു പാത്രം കാട്ടിട്ടേ ഇരിക്കണേ. എടോ, തന്നോടുള്ള വിശ്വാസം കൊണ്ട് പറഞ്ഞതാ കേട്ടോ. താൻ ഈ മുട്ട വയ്ക്കാൻ കയറി ഇറങ്ങി നടക്കുന്ന സ്ഥലത്തൊന്നും പറഞ്ഞേക്കരുത്. പരദൂഷണക്കാരാ. അല്ലാതെ നമ്മള് പറയൂലപ്പാ. ആ, അതാ കൊറേ കിടക്കുന്നുണ്ടല്ലോ ഒരുത്ത്. ഒരു പുത്തൻ പണക്കാരൻ, കാഞ്ഞിരപ്പള്ളി പാപ്പൻ. പാപ്പൻ നല്ല അവനെ വിളിക്കേണ്ടത്, കൂപ്പൻ. അവളുടെ ആട്ടും തുപ്പൊന്നും എനിക്കറിയാൻ മേലായിട്ടല്ല. പക്ഷേ ഇപ്പോഴത്തെ എന്റെ സ്ഥിതി അതായിപ്പോയി. സൗകര്യക്കാരനായിപ്പോയില്ലേ, പാപ്പൻ മുതലാളിയായിപ്പോയി. പട്ടി കടിക്കാനായിട്ട് ഇലക്ഷനിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായി. ഇല്ലെങ്കിൽ എന്റെ പഴയ സ്വഭാവത്തിനായിരുന്നെങ്കിൽ ഏലിയമ്മയും മക്കളെയും കൂടി ചവിട്ടിയും പുറത്തിറക്കിയേനി. ഉള്ളതാപ്പാ, അപ്പന്റെ ഈ മണാഗുണ വർത്തമാനമല്ലാതെ പ്രവൃത്തിയിലൊന്നും കാണാനില്ല. ഒരു ദിവസത്തേക്ക് എന്നെ ഒന്ന് ഫ്രീ ആയിട്ട് വിട്. ആ തള്ളയും മക്കളെയും കൂടെ ചവിട്ടിയെ വഴിയിറക്കി കാണിച്ചു തരാം. ഒന്നാം തരം ഒരു വീടും ബംഗ്ലാവും കെട്ടിയിട്ട് അതിന്റെ മുമ്പിൽ കുടികിടപ്പുകാരെ പോലെ ഒരു കൂനാമൂച്ചി പെരയും അതങ്ങോട്ട് തട്ടിപ്പൊളിച്ച് കളഞ്ഞ നമ്മുടെ വീട്ടിന് എന്നാ ഷോ ആയിരിക്കും അപ്പാ പുറത്തുനിന്ന്. അപ്പൻ എന്നാ അത് മനസ്സിലാവാത്തത്? കൊല്ലം 2,000 ഇറങ്ങിത്തരാൻ പറഞ്ഞിട്ട് പൊന്നുമല കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഇറങ്ങുന്നില്ല.
ഇനി അങ്ങോട്ട് ചവിട്ടി ഇറക്കണം. അപ്പനൊന്ന് കണ്ണടയ്ക്കാമോ? ഞാൻ ഇറക്കിത്തരാം. മോനെ ജിമ്മി, നീ നല്ല ജീവനോടിരിക്കുന്നത് കണ്ടിട്ട് കണ്ണടച്ചാ മതിയെന്ന് ഈ അപ്പനുണ്ട്. വളരെ കഷ്ടപ്പെട്ട ആ തള്ളയില്ലാത്ത നിന്നെയും ഈ കുഞ്ഞിനെയും ഞാൻ വളർത്തി ഈ നിലയിലാക്കിയത്. ആ ഏലിയാമ്മയുടെ ആങ്ങളമാരുണ്ടല്ലോ, ഗജപോക്രികള്, ഉപ്പുകണ്ടം ചട്ടപ്പിമാര്, അവരെ നീ തല്ലിയിറക്കും. അവന്മാര് വന്ന് നിന്നെ എടുത്തിട്ട് മെതിക്കും. എന്റെ പൊന്നപ്പാ, അതൊക്കെ പിച്ചാത്തിയും വെട്ടുകത്തിയും കേസാ. ഞാനേ തോക്കെടുക്കും, തോക്ക്. ആ തോക്കും വെടികൊണ്ട് ഒന്നും വേണ്ട. ഇന്ന് വികാരിയച്ഛൻ ഒരു കോംപ്രമൈസ് വെച്ചിട്ടുണ്ട്. നോക്കട്ടെ എന്താവുന്ന്. മരം കയറി മറിയാമേ. നിന്റെ തള്ളയാടാ മരം കയറി മറിയാമ്മ. ഞാൻ എന്റെ തള്ളയെ തന്നെയാ വിളിച്ചത്. വെറുതെ അല്ലടാ മരമാക്രി. നിന്റെ തണ്ട ഷാപ്പിലിരുന്ന് തന്തയ്ക്ക് 7 ദിവസം മുമ്പുണ്ടായവനെന്ന് നിന്നെ വിളിക്കുന്നത്. ഒരുത്തം കെട്ടവനെ. എനിക്ക് പള്ളിയിൽ പോകാനുള്ളതാ. വന്ന് കാപ്പിതാകല്ലേ. ഫാദർ, ആ, വേദപാഠം പഠിപ്പിക്കാൻ വരില്ല എന്ന് പറയാൻ വരികയായിരിക്കും, ഇല്ലയോ? നല്ലത് വരും കുഞ്ഞെ. വിവാഹമെന്ന കൂദാശിയുടെ അർത്ഥം, അതിന്റെ വ്യാപ്തി ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. തിരുസഭയുടെ നിയമങ്ങൾ അനുസരിച്ച് ഒരു നല്ല കുടുംബവും കുഞ്ഞുങ്ങളും ജീവിതവും ഒക്കെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കണം. പുരുഷന്റെ സൗന്ദര്യമോ പണമോ അല്ല കാര്യം. മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ് ക്രിസ്തീയ വിവാഹത്തിന്റെ അടിത്തറ. അച്ഛോ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അന്യായം ഉണ്ടെങ്കിൽ അച്ഛൻ പറയണം. ഇവരിപ്പോ പറയാൻ പോകുന്നത് ഞാൻ ഈ ഇടവക തെണ്ടിക്കാര് വന്നവനാണ്, വരത്തനാണ്. അതെ, വരത്തൻ തന്നെയാ. 40-40 വർഷം മുമ്പ് ഞാനിവിടെ വന്നതാ. വളരെ കഷ്ടപ്പെട്ടും വേലയെടുത്ത് ജീവിച്ചും കുറെ കാശുണ്ടാക്കിയതാ. ഈ ഇടവകയിൽ ആരും കണ്ടാ ദൂഷ്യം പറയാത്ത, പട്ടണത്തിൽ നിന്ന് പോലും ആൾക്കാർ വന്നാ ദൂഷ്യം പറയാത്ത ഒന്നാന്തരം ഒരു ബംഗ്ലാവ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒറ്റ ബ്ലോക്കിൽ എനിക്ക് 10 ഏക്കർ സ്ഥലമാണത്. എന്നാൽ എന്റെ നടവാതിക്ക വന്ന് ഒരു 1/2 ഏക്കർ സ്ഥലത്ത് ഇവർക്ക് വന്ന് കിടക്കേണ്ട കാര്യം എന്താ? സമ്മതിച്ചു, അത് അവരുടെ സ്ഥലമാ, അപ്പനപ്പൂപ്പന്മാർ മുതലുള്ള സ്ഥലമാ. ഞാനതിന് ഈ നാട്ടിലെങ്ങും കിട്ടാത്ത വില കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതിപ്പോ ഇത്രയും നല്ല വീടും കെട്ടിയച്ച് ഞാൻ അവരുടെ പറമ്പിൽ കൂടെ കാറ് വിടണം. അതങ്ങോട്ട് മാറ്റിയാ എനിക്ക് നല്ല ഒന്നാന്തരം ഒരു പൂന്തോട്ടം ഉണ്ടാക്കാം. എന്റെ വീടിന് വഴിയുന്ന നല്ല ഒരു ദർശനവും കിട്ടും. കാര്യം ഇത് പള്ളിമേടയാണ്, പഞ്ചായത്ത് ഓഫീസ് അല്ല. എന്നാലും പൊതുസ്ഥലത്ത് പറയേണ്ട ചില കാര്യങ്ങളൊക്കെ ഒരു പഞ്ചായത്ത് മെമ്പർ നിലയ്ക്ക് പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. എടാ കൊച്ചുകുപ്പി, ഇതില് മിഖായിലേട്ടൻ എന്നാ പറയാനുള്ളത്? അച്ഛോ, ഞങ്ങള് കൂനാമൂച്ചി. അച്ചോ ഞാൻ പറയാം. ഇത് ഞാൻ പറഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം മുഴുത്തോരെ കാണുമ്പോ ഇത് ഞാൻ വിറയ്ക്കും. എനിക്ക് വിറയ്ക്കത്തില്ല. എന്റെ അപ്പനും അമ്മയും ഓലമിടഞ്ഞ ചാണകമാരി വിറ്റു ഉണ്ടാക്കിയ സ്ഥലമാ. എനിക്ക് ശ്രീധരൻ തന്ന സ്ഥലമാ. ആ സ്ഥലത്തൊരു കൂര കെട്ടിയാ ഞങ്ങൾ കിടന്നത്. അത് ചിലപ്പോ പാപ്പന് ഓർമ്മയുണ്ടാവും. അരിയില്ല, ഉപ്പില്ല, മുളകില്ല എന്നൊക്കെ പറഞ്ഞ് തന്റെ ചത്തുപോയ പെമ്പിള 100 തവണ കയറി ഇറങ്ങിയിട്ടുണ്ട്. അവിടെ താനും കയറിയിട്ടുണ്ട്. ചത്തുപോയ എന്റെ അപ്പന്റെ അമ്മയുടെ വേർപ്പാ ആ സ്ഥലം. ആ പറമ്പ് കൊത്തി കളിക്കുമ്പോ ഞാൻ അവരെ ഓർക്കും. അച്ചോ, എനിക്ക് അവിടുന്ന് മാറാൻ പറ്റുകയില്ല. പിന്നെ ആകെയുള്ള 1/2 ഏക്കർ സ്ഥലത്ത് നിന്ന് 4 സെന്റ് സ്ഥലം ഇവർക്ക് എങ്ങനെ വഴിക്ക് വിട്ടു കൊടുക്കും? ഇയാളെ വേറെ പോകാൻ. അച്ഛോ, എന്തെങ്കിലും കടുങ്കൈ ഞാൻ ചെയ്തെന്നിരിക്കും. അപ്പൊ പിന്നെ പള്ളിയിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ, അത് തന്നെയാ ഞാനും പറയുന്നത്. എന്തെങ്കിലും കടുങ്കൈ ഞാനും ചെയ്തെന്നിരിക്കും. എന്റെ കൈ അത്ര മോശമൊന്നുമല്ല. ഏലിയാമേ, ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയരുത്. നിങ്ങളൊന്ന് മിണ്ടാതിരിക്കണ്ടേ മറി. നിർത്താൻ. കൂനാമൂച്ചിൽ മിസ്റ്റർ മൈക്കിളിന്റെ വീട് എവിടെയാണ്? ഐ ആം കോർ. അതെ, കുഴിക്കൊച്ചി. കൊങ്ങാണ്ടൂരുകാരൻ കുഴിക്കൊച്ചി. കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് സ്റ്റേഷനറി കട നടത്തുന്ന മുണ്ടക്കയത്ത് 8-10 ഏക്കർ റബ്ബർ തോട്ടമുള്ള കുഴിക്കൊച്ചി. വയസ്സ് ഈ വരുന്ന നേരത്തിൽ 61 തികയും. ഈ പ്രദേശത്തൊക്കെ അപ്പോൾ നമ്മളെ അറിയും. ചേട്ടനോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാണ്. ചേട്ടനോട് മാറിയിരുന്നേ. അതാണെങ്കിൽ മാറിയിടോ. വണ്ടി വിട്, വണ്ടി വിടോ. കാര്യം നമ്മളൊക്കെ കത്തോലിക്കരാ. കത്തോലിക്കന് കത്തോലിക്കനോട് സ്നേഹം വേണമെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതെ അതെ, ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാക്കും. കത്തോലിക്കന് കത്തോലിക്കനോട് സ്നേഹം വേണം. പക്ഷേ അതിലൊരു തിരുത്തുണ്ട്. കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുള്ള ഒരു കത്തോലിക്കന് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുള്ള വേറൊരു കത്തോലിക്കനോടുള്ള സ്നേഹം.
അതാണ് എനിക്കും ചേട്ടനും തമ്മിലുള്ള ബന്ധം. പക്ഷേ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത മിഖായലിനോട് എനിക്ക് അസഹ്യം വേണോ? കാര്യവയൽക്കാരനാണ്. ആ, ചേട്ടന്റെ മോനെ ഞാൻ നേരി കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. പക്ഷേ ചേട്ടന്റെ മുഖത്തെ ആ കുലീനത്തും ആ ഒരഴകും ഒക്കെ കണ്ട ചേട്ടന്റെ മോന്റെ കാമദേവനായിരിക്കും. അല്ലോടാ പാപ്പി? പിന്നെ ഈ തന്തയുടെ മോനല്ലയോ, മോശം വരത്തില്ല. ആ കാര്യം ആ പെണ്ണ് കാണാൻ സുന്ദരിയാ. പക്ഷെ ചേട്ടന്റെ മോന് ഇത് വേണോ? ഒന്നാമത് ഭ്രാന്ത്. ഞാൻ പറഞ്ഞല്ലോ, ചികിത്സിക്കാത്ത വൈദ്യന്മാരില്ല. ഇനി ആ പെണ്ണിന് ഭ്രാന്തില്ലായിരുന്നെങ്കിൽ തന്നെ ചേട്ടന്റെ മോന് ആ പെണ്ണെ കെട്ടാൻ കിട്ടില്ല. അതെന്താ പാപ്പച്ച അങ്ങനെ? ഒരു തന്തയ്ക്കും പറയാൻ പറ്റാത്തതാ. എന്നാലും ഉള്ളതുപോലെ പറയണമല്ലോ. എന്റെ മോനില്ലേ ജിമ്മി, ചെറുപ്പത്തിന്റെ ശാലം കുരുത്തക്കേടൊക്കെ ഉണ്ടെന്ന് വെച്ചോ. അവന് വീട്ടിൽ ചില പോക്കുവരത്തൊക്കെ ഉണ്ടായിരുന്നു. 2 പെൺപിള്ളേരും ഉണ്ടെന്നോ തള്ളയും കൂടെ ഉണ്ടെന്നോ ഒക്കെ നാട്ടുകാർ പറയുന്നു. പിന്നെ അവളെയും കൊണ്ട് എറണാകുളത്തോ പാലക്കാട്ടോ ഒക്കെ പോയി എന്നാ പറയുന്നേ. ഏതായാലും അവക്ക് വട്ടു വന്നേ പിന്നെ അവൻ വലിഞ്ഞു. കൂഴാമൂച്ചി മിസ്റ്റർ മിഗേൽ ഉള്ളോടാ ഇവിടെ? ഇറങ്ങി വാട പട്ടി, ഇങ്ങോട്ട് വാടാ. നീയാണോടാ മിസ്റ്റർ കൂഴാമൂച്ചി മിഗേൽ? നിന്നെ കണ്ടിട്ട് വളരെ ചെറുപ്പാണല്ലോടാ. നിനക്ക് എങ്ങനെയാ കെട്ടിക്കാൻ പിടിക്കടാ പിടിക്കും. നിനക്ക് എങ്ങനെയാ കെട്ടിക്കാൻ പ്രായ പെമ്പിളരുണ്ടായി? നിന്റെ ഒരൊറ്റ മുടി പോലും നരച്ചിട്ടില്ലല്ലോ. പാപ്പച്ചൻ പറഞ്ഞത് മോണയാണോ? നീയാണോടാ മികൈ? അല്ല, ഞാൻ മിഖായിലിന്റെ ഇളയ മോനാ, കുട്ടപ്പൻ. നിന്റെ ചേച്ചി എന്താടാ ആ ഭദ്രകാളി? വിഗ്രഹം കളിച്ചെടുത്തിട്ട് ഒരു നിപ്പ് നിന്നില്ല. വിളിക്കണം എന്റെ മോനെ ചതിക്കാൻ ജന്മമെടുത്ത ആ ഭദ്രകാളിയെ. ഏതായാലും ഞാനിവിടെ വന്ന സ്ഥിതിക്ക് ഒന്ന് കണ്ടു. ചേച്ചി, ആരാടത്? ചേച്ചി, ഒരു പ്രാന്തൻ അവിടെ വന്ന് നിൽക്കുന്നു. ഭദ്രകാളി എന്ത് അതെന്ത് ഇതെന്തെന്നൊക്കെ ചോദിക്കുന്നു. എനിക്ക് പേടിയായിട്ട് പാടില്ല. മോറങ്ങോട്ട്. നിങ്ങൾ ആരാ? എന്താ വേണ്ടത്? അയ്യോ, കൈകൊണ്ട് നിൽക്കുകയാണെന്നാ തോന്നുന്നത്. കർത്താവേ, നീ ചുട്ട കോഴിയെ പറപ്പിക്കല്ലടി. നിനക്കെന്റെ മോന വേണല്ലടി ഭദ്രകാളി. അയ്യോ എടാ കുട്ടപ്പ, വഴിയിലെങ്ങനെ നോക്കിക്കേ, അപ്പം വരുന്നുണ്ടോന്ന്. അയ്യോ ഇതെന്താ ഭ്രാന്തോ? നിന്റെ അപ്പന്, നിന്റെ അപ്പന്. എന്നാ മോളെ? എന്നാ? താനായിരിക്കും മിസ്റ്റർ മിഗേ. എന്നെ മനസ്സിലായോ? അങ്ങനെ നോക്കണ്ട. അയ്യോ എന്റെ കർത്താവേ, ചേട്ടൻ ഇരുന്നാട്ടെ. എന്നെ അങ്ങനെ ഇരുത്താൻ നോക്കണ്ട. പിന്നെ നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ അമ്മായിപ്പനാകാൻ പോകുന്ന ആളാടി. രാവിലെ എങ്ങോട്ടൊന്ന് പട്ടച്ചാരയൊക്കെ കേറ്റിട്ട് വന്നിരിക്കുക. പട്ടച്ചാരയോ? ഞാൻ സ്പോർട്സാ കുടിച്ചത്. അങ്ങനെ കാഞ്ഞിരപ്പള്ളി പാപ്പൻ പട്ടച്ചാരയും കുടിച്ചിരുന്നില്ല. കുടിച്ചിരുന്നു. ഇപ്പൊ അപ്പോ 15 years old. World is old. എടോ മികേലെ, കള്ളപ്പുണ്യാള. തന്റെ ഭദ്രകാളി കൂടിയ മകളെ എന്റെ മകന് കെട്ടിച്ചു കൊടുത്ത് എന്നെ പറ്റിച്ചേ നോക്കുകയാണല്ലേ. താനെന്തോ ഉമ്മ വെച്ച് കളിക്കണം. ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയല്ലേ എന്റെ പൊന്നു കൊച്ചേ. ഏത് ഭദ്രകാളുടെ കാര്യാ? നിങ്ങൾ കള്ളും കുടിച്ച് അതും ഇതും പറയാതെ. എടാ മികേലെ, ഉളുപ്പില്ലാത്തോലെ. എടാ രാവിലെ വീട്ടിൽ വന്ന് അനാവശ്യം പറയരുത്. എവിടെ എന്റെ കൊട? നമുക്ക് സമാധാനം ഉണ്ടാക്കാം. പിന്നെ വെളിക്കോട്ടെ. എന്താ പറ്റി എന്റെ കർത്താവേ? നിങ്ങൾക്ക് ബുദ്ധി വന്നില്ല എന്റെ മനുഷ്യ. ആ പാപ്പനുണ്ടല്ലോ, അവന്റെ വേലയാ. പറഞ്ഞത് കേട്ടില്ലേ?
അവിടുന്ന് കൊടുത്ത പട്ടയും ചാരായം എല്ലാം കുടിച്ചേച്ച് വന്നേച്ചാ ഇവൻ ഈ വർത്താനം എല്ലാം പറഞ്ഞത്. അങ്ങോട്ട് ചെന്ന് 4 വർത്താനം ഞാൻ പറഞ്ഞേച്ചുമ്മാ. പോയിട്ട് വരെ. പാപ്പനുണ്ടോ അവിടെ? കാഞ്ഞിരപ്പള്ളി പാപ്പനുണ്ടോ അവിടെ? ആ മിഖായലേ ഇടണോ? എന്താ വിശേഷം? അല്ല, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിക്കാന്നേ, ഇങ്ങോട്ട് വരണം, കയറി വാ. പാപ്പച്ചൻ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. എന്നോട് കാര്യം വല്ലതും പറയാനുണ്ടോ? ഇങ്ങോട്ട് കയറി വരണം മനുഷ്യാ, വാ. എന്താ വസ്തുവിന്റെ കാര്യം വല്ലതും പറയാനാണോ? അതെങ്കിൽ കൊടുത്തേരും മിക്കായാലേട്ടാ. കണ്ടില്ല എന്തെല്ലാം പ്രശ്നങ്ങളാണ്. കല്യാണം മുടങ്ങുന്നു, അലമ്പുണ്ടാവുന്നു, അതങ്ങ് കൊടുത്തേക്കുന്നേ. പാപ്പച്ച നല്ല വില കൊടുത്തേക്കണം. പറ്റിക്കരുത്. കാര്യം എന്തൊക്കെയാണെങ്കിലും അങ്ങനെ സീതനം കിട്ടിയതാ. അങ്ങനെ വളരെ ദേഹം വെച്ച് നല്ല ആദായം ഉണ്ടാക്കിയിട്ടുണ്ട്. വസ്തു തരത്തില്ലാന്ന് വെച്ച് അയലോക്കത്തിൽ നിന്ന് പാപ്പൻ ഞങ്ങൾ എങ്ങനെ ഉപദ്രവിക്കുന്നത് ദൈവത്തിന് നിരക്കാത്ത പണിയാ. കാര്യം എന്താണെന്ന് വെച്ചാ പറയൂ. എന്തിനാ കാടും പടപ്പൊക്കെ? എന്റെ മോൾക്ക് ഭ്രാന്തില്ലാന്ന് പാപ്പൻ അറിയാലോ. അത് കൊള്ളാം. ഇയാളുടെ മോക്ക് എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് അന്വേഷിക്കലല്ലേ എന്റെ ജോലി. എന്റെ മോളിക്കുട്ടിയെ കാണാൻ വന്ന കൊങ്ങാണ്ടൂർക്കാരനോട് പാപ്പൻ എന്നാ പറഞ്ഞേ? എന്തിനാ അയാൾക്ക് പട്ടയും പന്നിയിറച്ചിയും കൊടുത്ത് വേണ്ടാധീനം കാണിച്ചേ? എനിക്ക് ഇഷ്ടമുള്ളത് പറയും. എന്റെ വീട്ടിൽ വരുന്നവർക്ക് പട്ടയല്ല, സ്കോച്ചും പന്നിയിറച്ചിയും കരിമീൻ പൊള്ളിച്ചതും ഒക്കെ കൊടുക്കും. താൻ ആരാ അത് ചോദിക്കാൻ? എന്തിനാ പാപ്പ ഇങ്ങനെ ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയുന്നേ? ഉത്തിരിപ്പ് കടമുള്ളതാ കേട്ടോ. കല്യാണം മുടക്കുന്നത് പോലെ ഒരു കൊടിയ പാപം വേറെ ഇല്ല. ഒന്ന് പോടോ ഉപദേശി. മുകളിലൊരു തിരിപ്പുണ്ട്, നിന്നോട് ചോദിച്ചോളൂ പാപ്പ. വരട്ടെ. രാവിലെ മുറ്റത്തൊന്ന് പ്രാവുന്നോ? ചെല്ല്, പോയി ചെന്ന് കേസ് കൊടുക്ക. ഇന്ന് ഞാൻ അവനെ തല്ലുകൊള്ളും പറഞ്ഞേക്കാം. തന്റെ കൊടലി ഞാൻ എടുക്കും. ഞാൻ പെണ്ണ് വേറെ. ഏലിയമ്മേ, പകരം വീട്ടിൽ നിന്ന് നമ്മളല്ല, ദൈവമാണ്. എടാ, എന്റെ മോക്ക് ഭ്രാന്താണെന്നില്ലേ? ചത്തുപോയ തന്റെ തന്തയ്ക്കും തള്ളയ്ക്കും കെട്ടിയേക്കോടാ ഭ്രാന്ത്. ഞാൻ ആള് പെശക. ചൊണയുണ്ടെങ്കിൽ തല്ലടാ. കോഷണ്ടി ചാണത്തലയാ. പള്ളിയെ മുടിപ്പിച്ചുണ്ടാക്കിയ കാശിന്റെ മൂപ്പ് കയ്യിലിരിക്കട്ടാ. പൂനേമുചേലിയമ്മയുടെ കളിക്കരുത്. നീ നിന്റെ ചെവിക്ക് തൊള്ളിക്കോ. ആയിക്കോളാം. കാണാവിടെ. ഓടാ കോഷണ്ടി. അമ്മച്ചി 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 അപ്പച്ച 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 എന്താ? അമ്മച്ചിയെ കാണുന്നില്ല. അപ്പച്ച അപ്പച്ചേ, പെട്ടിയിലിരുന്ന് അമ്മച്ചിയുടെ തേച്ച് വെച്ച് ചട്ടയും മുണ്ടും കവണിയും കാണുന്നില്ല. ചട്ടയും മുണ്ടും കവണി ഇട്ടുകൊണ്ട് അവൾ ഈ പരപരാ വെളുപ്പിന് എവിടെ പോയി? ഞങ്ങളുടെ അമ്മച്ചി ഇങ്ങോട്ടങ്ങനെ വന്നായിരുന്നോ? ഇല്ല. വീട്ടിലില്ലേ? ഇല്ല. ഇനിയിപ്പൊ പാമ്പച്ചേട്ടന്റെ ഗുണ്ടാളം കാണാൻ വന്ന് പൊക്കിക്കൊണ്ട് പോയതാണോ? കരുനാക്കൊണ്ടൊന്നും പറയാതെ എടുത്തി. കരിനാക്ക് പറയുന്നതിനാ കുഴപ്പം, ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അമ്മയെ പോലെ തന്നെ മോളും. അന്ത്രുക ഞങ്ങളുടെ അമ്മച്ചിയെ വഴിയിലെങ്ങനെ കണ്ടോ? അത് പറയാനാണ് നമ്മൾ ഓടി വന്നത്. അമ്മച്ചി ഇന്ന് ഉപ്പുകണ്ടത്തേക്കുള്ള ഫസ്റ്റ് ബസ്സിൽ കയറി പോണേ നമ്മൾ കണ്ട്. ആങ്ങളമാരുടെ അടുത്തേക്കാവുള്ളൂ. അല്ല, ഇന്ന് ഇവിടെ വല്ല ബെട്ടും കുത്തൊക്കെ നടക്കൂട്ടാ. എന്റെ കർത്താവേ, കർത്താവേ, അടി പാർസലായിട്ടാ വരണ. ജിമ്മി, പാപ്പഞ്ചേട്ടാ, പാപ്പഞ്ചേട്ടാ. എന്താടാ വെളുപ്പിനെ? സംഗതി കൊഴിഞ്ഞു കേട്ടാ. എന്താ? ജിമ്മി, നിന്റെ തോക്കും കൊച്ചു വിച്ചാത്തി ഒക്കെ എടുത്തോ, ആളെയും കൂട്ടിക്കോ. ഏലിയാമ്മ ഉപ്പാണ്ടത്തിന് പോയിട്ടുണ്ട്. അവരുടെ ആങ്ങളമാരില്ലേ, ചട്ടമ്പിയാര ആങ്ങളമാര്, അവരുടെ അടുത്തേക്ക്. അച്ചോ അച്ചോ അച്ചോ, ഇന്ന് ഇടവകയില് കൊലപാതകം ഉണ്ടാവും, വെട്ടുമുത്തും ഉണ്ടാവും. എന്താ മത്തായി? ഇന്നലെ ആ കൂനാമൂച്ചിക്കാരും കാഞ്ഞിരപ്പള്ളി പാപ്പഞ്ചേട്ടനുമായിട്ടൊരു അലമ്പുണ്ടായില്ലയോ? ഏലിയാമ്മയെ അവരുടെ ആങ്ങളമാരെ വിളിക്കാൻ പോയിരിക്കുക. അവരുടെ ആങ്ങളമാരെന്ന് പറഞ്ഞ അച്ഛനറിയാവോ? കേട്ടിട്ടുണ്ട്. ആ, കേട്ടതിനേക്കാൾ വൃത്തികേടാ. കുത്തും വെട്ടും തല്ലും ഇല്ലാത്ത ദിവസവും ഇല്ല. അവന്മാര് വന്നാ ഈ ഇടവകയിൽ കൊലപാതകം നടക്കും. അച്ഛൻ ഒന്ന് വരണം. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ദൈവഭയവും ഭക്തിയും ഉള്ളവരല്ലല്ലോ. ഉപ്പ് കണ്ട ചട്ടമ്പിമാർക്കും അതില്ല, കാഞ്ഞിരപ്പള്ളി പാപ്പനും അതില്ല. അച്ഛൻ നിർത്തണ്ടാ, വിട്ടോ. അലിയ,
പൊന്നണിയാ എന്നാ പറ്റി അളിയാ? എനിക്കൊന്നും പറ്റിയില്ല എന്റെ പൊന്നുകോരെ. നീയായിട്ട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അളിയനെ എവനാ തല്ലിയത്? അത് ചോദിക്കാതെ ഞങ്ങൾ വന്നത്. അളിയനൊന്നും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല പാപ്പി. അളിയൻ സമാധാനം മാത്രം പറയണ്ട. പാപ്പി അപ്പി എവിടെ? സമയമാകുമ്പോ എത്തിക്കോളൂ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇല്ലില്ല, പാപ്പൻ എല്ലൊടിക്കാൻ ഞങ്ങൾ ഇവിടെ പോകുന്ന പ്രശ്നമേ ഇല്ല. എടാ ഇരട്ട കുഞ്ഞുങ്ങളെ, മാത്താ പോത്താ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എന്റെ മക്കളുടെ പ്രായമല്ലേ ഉള്ളൂ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. കോരച്ചായം പറയുന്നതിന് അപ്പുറത്തൊന്നും ഞങ്ങൾക്കില്ല. കോരച്ചായം കുത്താൻ പറഞ്ഞാൽ ഞങ്ങൾ കുത്തും, കോരച്ചായം വെട്ടാൻ പറഞ്ഞാൽ ഞങ്ങൾ വെട്ടും. എന്റെ കർത്താവേ, ഇവന്മാർക്ക് നല്ല ബുദ്ധി അളിയൻ ഒരു കാര്യം ചെയ്യ്. അകത്ത് വരുന്ന വേദപുസ്തകം വായിക്ക്. ഇതൊക്കെ തല്ലുകൊണ്ടാലേ ശരിയാകത്തുള്ളൂ. എടാ മാത്താ പോത്താ എടുത്തു പോരാ കൊടുവാളും സാധനങ്ങളും. ഇന്നൊക്കത്തിന്റെ എല്ല് സൂപ്പോ ജിമ്മി പാപ്പച്ച. അവന്മാരൊക്കെ വന്നിട്ടുണ്ട്. വടിവാളും കുന്തവും കടാരെ ഒക്കെ ഉണ്ട്. പറഞ്ഞ പോലെ പാപ്പച്ചേട്ടാ, ഞാൻ ഇപ്പഴാ ഓർത്തത്. ഞാനേ ഒരു ഹോമിയോപ്പതി മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. രാവിലെ കഴിച്ചില്ല. ഞാൻ പോയി കഴിച്ചിട്ട് ഇപ്പൊ വരാം. പോയി വരുമ്പോ സകലതും വാ, ഇത് താനും കൂടി ഒപ്പിച്ച പുലിവാലല്ലേ, തീർത്തിട്ട് പോയാ മതി. എന്നെ കണ്ടങ്കോറൻ ഗുരുക്കളെ. എന്റെ കർത്താവേ, ഇവന്മാരെല്ലാവരും കൂടി അന്ത്യശ്വാസം വയ്ക്കാൻ പോവാണോ? എടാ കാഞ്ഞിരപ്പള്ളി പാപ്പ പരമ തെണ്ടി എത്തി. എവിടെയാ പാപ്പൻ? ഇത്രയും പേരെ ഉള്ളടാ. അമ്മയുടെ വയറ്റിലേക്ക് തിരിച്ചു പോണ്ടെന്നുള്ളവരെ നിക്ക്, ഇല്ലാത്തവർ ഓടിക്കോ. ഇതും കോംപ്രമൈസ് ആക്കിയല്ലോടാ. അപ്പൊന്നും മിണ്ടായിരിയപ്പാ. എടാ പാപ്പ, കാഞ്ഞിരപ്പള്ളി പാപ്പ, വീട്ടിൽ കയറി അനാവശ്യം കാണിക്കരുത്. പാപ്പന്റെ മൂത്ത മോനാണ് അല്ലേടാ? എന്താടാ പിത്തക്കാരി നിന്റെ പേര്? ഓ ജിമ്മി. അതെ, ജിമ്മി. ജിമ്മി പാപ്പൻ. തന്റെ ഈ ഒലത്തി ചട്ടമ്പിത്തരം ഉണ്ടല്ലോ, ഉപ്പ് കണ്ടെത്തി കുടിയേറ്റ അസാറുകളെടുത്ത് എടുത്താൽ മതി. ആമ്പലെടുത്ത് കളിക്കാൻ വന്ന അനുഭവം എന്താണെന്നറിയോ? അറിയാവടാ. തന്റെ ഈ കളവുകൾ ഇന്ന് ഞാൻ അവസാനിപ്പിക്കടൂ. എടാ പന്നിയുടെ മോനെ. ഹലോ, പോലീസ് സ്റ്റേഷൻ. അവമര്യാദയായിട്ട് പെരുമാറരുത്. മോന്റെ പേരെന്താ? ഞങ്ങൾ ഒരുപാട് പോലീസുകാരെ തല്ലിയ കേസുള്ളതാ. പലതവണ ജയിലിലും പോയിട്ടുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി, കയറും. ഈ വിരട്ടൊന്നും വേണ്ട. ഞാനാണെങ്കിൽ CI റാങ്കിൽ കുറഞ്ഞ ഒരുത്തനോട് സംസാരിച്ചിട്ട് തന്നെ കാലം ഒരുപാടായി. ആ കേറ് കേറ് കേറാ. പറ്റില്ല പറ്റില്ല പറ്റില്ല. ഇവനൊക്കെ വേറെ വണ്ടിയില്ല, ഇവനൊക്കെ വേറെ വണ്ടിയില്ല. പോ പോ. ഇവരെല്ലാം കേട്ട് ഇറങ്ങോട്ടെ. കോരെ, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലടാ, നിന്നെ എങ്ങനെ ഞാൻ ജാമ്യത്തിൽ ഇറക്കടാ? അലിയെ ഒന്നും പേടിക്കണ്ട. വക്കീലിനും ജാമ്യത്തിനും വേറെ വേറെ തുക. ആൾ ജാമ്യം വേണേ ആൾ ജാമ്യം. ഇതൊക്കെ ആയിട്ട് സ്റ്റേഷനിൽ വരാൻ ഏർപ്പാട് ചെയ്തിട്ടാ അളിയ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ അടിയും നെല്ലും കാണുന്നത് ഇന്നും ഇന്നലെയാണോ? അളിയൻ ചെല്ലേ പോയി വേദപുസ്തകം വായിക്കേ.
ആ എടി മക്കളെ, കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി വെച്ചോ, അമ്മാച്ചന്മാർ ഇപ്പൊ എത്തും. വിട്ടോടാ കുഞ്ഞെ. ഹലോ, തോമസ് ആണോ? അതെ. ഞാൻ സി ഐ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഒരു അടിപിടി കേസില് ഉപ്പ് കണ്ടെത്തുന്ന 4-5 ചട്ടമ്പിമാരകത്ത് വന്നിട്ടുണ്ടോ? ആ ഉണ്ട് സർ, അവരെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ സമയത്ത് തന്നെ അവന്മാരകത്ത് വന്നിട്ടുണ്ട്. ആ, അത് നമ്മുടെ പാർട്ടീസാ, വിട്ടാര്. സാർ, അത് ജാമ്യത്തിനുള്ള ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുക. ഡിപ്പാർട്ട്മെന്റിന് നിറയെ സഹായമുള്ള ആൾക്കാരാ. അല്പം മര്യാദ കൊടുത്ത് വിടണം. അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. ശരി സാർ. ഇരിക്കു പോരെ ചേട്ടാ. എടോ PC 432. സർ, ഉപ്പ് കണ്ടത്തെ ചേട്ടന്മാർക്ക് ഒരേ ചായ. ഉപ്പ് കണ്ടത്തെ ചേട്ടന്മാർക്ക് മാത്രം. ശരി, വിളിച്ചത് സർക്കിളായിരിക്കും. അതെ. ആ നമ്മുടെ കുര്യച്ചനെ കള്ളൻ, അവൻ പറഞ്ഞ സമയത്ത് തന്നെ വിളിച്ചു കളഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ലേ അവരിപ്പോഴിങ്ങി വരുമെന്ന്. കാപ്പിയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു, വന്ന് കഴിച്ചേ. കാപ്പിയൊക്കെ പിന്നെ. അവര് ജാമ്യത്തിൽ ഇറങ്ങിയോ? അവര് പുറകെ വരുന്നുണ്ട്. അവരിവിടെ എത്തുന്നതിന് മുമ്പ് ചെറിയൊരു വേലൊപ്പിക്കാനുണ്ടളിയാ. എന്നതാടാ കണ്ണു മഞ്ഞളിക്കുന്നേ? എന്റെ പെങ്ങക്ക് ഞങ്ങളുടെ തന്ത മടച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് സ്ത്രീധനം കൊടുത്ത സ്ഥലമായത്. ഇതിലെ കൂടെ നീ ഓസിന് വഴി നടക്കണ്ട. എന്നാലും പോരെ, ഇത് കുറച്ച് അതിക്രമാ. അവര് പിന്നെ എങ്ങനെ വീട്ടിലോട്ട് പോകും? അവരെങ്ങനെയും പൊക്കോളും. അധികം പോയി വേദപുസ്തകം വായിക്കേ. എല്ലാരോടുമായിട്ടാണ് പറയുന്നത്. നിനക്കൊക്കെ കാറ് കയറ്റിക്കൊണ്ട് പോണേ വേറെ പറമ്പ് നോക്കിക്കോണം. ഇല്ലേ ആറ് നീന്തിയ തോട് കയറി കടന്നു പൊക്കണം. എന്താണ് നോക്കി നിൽക്കുന്നത്? പോണം. അതോ വേലി വിളിക്കണമെന്നുണ്ടോ? അതോ ഇനി ഒരു കയ്യാങ്കളി കൂടി നോക്കണമെന്നുണ്ടോ? അല്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലേടാ, 2 തോടെ എണ്ണയുടെ ചെലവേ ഉള്ളൂ. പോയേക്കാം പാപ്പച്ച, അലമ്പുണ്ടാക്കണ്ട. വടക്കെടുത്തുകാരുടെ മുറ്റത്ത് കയറിട്ട് തോട്ടിൽ കൂടെ കയറിപ്പോ. ഇനിയും അലമ്പുണ്ടാക്കാൻ നിന്നാ ശരിയാവൂല. ഒരലമ്പുണ്ടാക്കിയ ക്ഷീണമേ മാറിയിട്ടില്ല. കുഞ്ഞച്ചൻ ചേട്ടൻ, കോട്ടയം കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ. കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ. കോട്ടയത്തിന്റെ കണ്ണിലുണ്ണി കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ. ജീവപര്യന്റെ ശിക്ഷ കഴിഞ്ഞ് കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ. കോട്ടയം ചന്തയുടെ രോമാഞ്ചം കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ. മുതലാളി, ആ കോട്ടയം കുഞ്ഞച്ചൻ വന്നിട്ടുണ്ട്. കോട്ടയം കുഞ്ഞച്ചൻ? അതെ. അവന്റെ ശിക്ഷ കഴിഞ്ഞോ? കഴിഞ്ഞ് കാണുമല്ലോ. പരോളൊന്നുമല്ലോ. ആണോ? പിള്ളേരൊക്കെ ഇതിനെ വിളിച്ചു പറഞ്ഞോണ്ട് പോകുന്ന കേട്ടു. ശിക്ഷ കഴിഞ്ഞെന്നാ കേട്ടത്. അതിപ്പോ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ പഴയതുപോലെ ഉണ്ടോ മുതലാളി? അവധി ദിവസങ്ങളും ഓരോരോ സർക്കാർ വരുമ്പോൾ കാണിക്കുന്ന വിട്ടുവീഴ്ചകളും എല്ലാം ചേർത്ത് ആകെ 5-8 കൊല്ലം കൊണ്ട് കച്ചവടം അങ്ങ് തീരും. ഏതായാലും നമ്മളെ പിള്ളേരുടെ ഒന്ന് പറഞ്ഞു വെച്ചേക്ക്. അവൻ നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. ഇങ്ങോട്ട് വന്നാലുടൻ ഗോഡൌണിലേക്ക് വരുത്താനുള്ള ഏർപ്പാട് ഞാൻ മാനേജറെ കൊണ്ട് ചെയ്യിച്ചേക്കാം. അത് വേണം മുതലാളി. അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ കേശവൻകുട്ടി? ഇതൊന്നും നാളത്തേക്ക് വെക്കാവുന്ന കാര്യങ്ങളല്ല. നാളെ പിന്നെ അവൻ അതും പറഞ്ഞ് ഇവിടെ കയറി ഇറങ്ങി നടക്കും. ഇന്നേ ഇല്ലാന്ന് പറഞ്ഞു വിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മേലു പോകും. ഇതിൽ കൂടുതൽ തരാനുള്ള പാങ്ങില്ല കുഞ്ഞച്ച. മുതലാളി, നീ വിചാരിക്കുന്ന പോലെ അല്ല. ചന്ത കെട്ടുപോയി കുഞ്ഞച്ച. കച്ചവടം മുഴുവൻ കൊച്ചിക്ക് തള്ളിപ്പോയില്ലേ? ആലപ്പുഴയിൽ പോകുന്ന കാര്യമാണെങ്കിൽ
നാഷണൽ ഹൈവേ ഒക്കെ ഡെവലപ്പ് ചെയ്തതിനു ശേഷം അവർ നേരിട്ട് കൊച്ചിയും തിരുവനന്തപുരമായിട്ടുള്ള ഇടപാടാ. ഇവിടെ ഇരിക്കുന്ന അരിച്ചാക്ക് കണ്ടൊന്നും നീ വിചാരിക്കണ്ട. മാർജിനൊക്കെ വളരെ കുറവാ. എടോ, കഴിഞ്ഞ കൊല്ലം ക്രിസ്മസിന് ഞാൻ പരോളി വന്നപ്പോ താൻ എന്നാ പറഞ്ഞേ? അന്നും ചന്ത കൊച്ചിക്ക് പോയിട്ടുണ്ടല്ലോ, അന്ന് നാഷണൽ ഹൈവേ ഉണ്ടല്ലോ. അന്ന് ഞാൻ എന്നാ പറഞ്ഞേ? നിന്നെ ഇറങ്ങി ഇങ്ങോട്ട് കെട്ടിയിടറാ, നിനക്ക് വർക്ക്ഷോപ്പല്ല വണ്ടി കമ്പനി തുടങ്ങാനുള്ള കാഴ്ചരാവുന്നു. തനിക്ക് വേണ്ടിയല്ലോ ഞാൻ അവനെ കുത്തി മലച്ചത്. പൊന്നെ, കൊല്ലാനൊന്നും പറഞ്ഞില്ലല്ലോ, ഒരെണ്ണം കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. അത് ശരി. അടിപിടിയാവുമ്പോ അടി ചിലപ്പോ കുത്തിലെത്തിയെന്ന് വരും, കുത്തുകൊണ്ടവൻ ചിലപ്പോ ചത്തെന്നും വരും. നിന്റെ കേസിന് ഞാൻ രൂപ 1-2 കൊല്ലല്ലോ ചെലവാക്കിയത്. അതൊന്നും കുഞ്ഞച്ച മറന്നിട്ടില്ലല്ലോ. ഓ, ഇയാളങ്ങ് ഒലത്തി ചെലവാക്കി എന്നെ അങ്ങ് രക്ഷപ്പെടുത്തി. കൊല്ലാന്റെ കാലത്ത് കിടന്നിട്ടാണോ ഞാൻ വരുന്നേ? കുഞ്ഞച്ചൻ എന്ത് പറഞ്ഞാലും ശരി, വേണമെങ്കിൽ എടുത്തോണ്ട് പോ, എനിക്ക് ജോലി തിരക്കുണ്ട്. കുഞ്ഞച്ചൻ ചേട്ടോ, ചന്ത ദിവസം ഏട്ടാ, നല്ല കച്ചവടമുണ്ട്. കിഴക്കുന്നുള്ള ചില കച്ചവടക്കാർ പുറത്ത് കാത്തിരിക്കുന്നു. അലമ്പില്ലാതെ പോ. നീയൊക്കെ ഏതാടാ? ചേട്ടൻ ഞങ്ങളെ അറിയില്ല. ചേട്ടൻ പോകുന്ന സമയത്ത് ഞങ്ങൾ പിള്ളേരാ. പോയേക്ക, അതാ നല്ലത്. അന്വേഷിച്ച മറ്റെന്തെങ്കിലും പണി കിട്ടും. അല്ല, അവൻ കൊലപാതകം കഴിഞ്ഞ് 5-8 വർഷങ്ങൾക്ക് ശേഷം പ്രതിഫലം ചോദിക്കാൻ വന്നിരിക്കുക. ഞാൻ ഇന്നും കൃത്യമായിട്ട് ഓർക്കുന്നു. 30-32 വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴ എവിടെയോ ഒരു പെരുന്നാൾ പ്രസംഗവും കഴിഞ്ഞ് ഞാൻ ബോട്ടിറങ്ങി വരുമ്പോൾ കോട്ടയം ചന്തക്കടവിലെ എച്ചിക്കൂനിൽ നിന്ന് ഒരു കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അതിനെ ഞാൻ അനാഥ മന്ദിരത്തിലാക്കി. ഞാൻ എന്റെ മകനെപ്പോലെ വളർത്തി. അവനെ പഠിപ്പിച്ച് ഒരു നിലയിലാക്കണമെന്ന് വെച്ച് ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ പഠിച്ചില്ല. എങ്കിലൊരു തൊഴിൽ ചെയ്ത് ജീവിക്കട്ടെ എന്ന് വെച്ച് അവനൊരു വർക്ക്ഷോപ്പിൽ അയച്ചു. പഠിച്ചു. അവിടെ അവൻ സമർത്ഥനായി. അപ്പോഴും സാത്താൻ അവനെ വിട്ടുപിരിഞ്ഞില്ല. അഴുക്കുചാലിലേക്ക് വീഴാനായിരുന്നു അവന്റെ വിധി. 10-12 വയസ്സായപ്പോഴേ എന്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ വല്ലപ്പോഴൊക്കെ അവനെ കാണാറുണ്ട്. എന്നെ കാണുമ്പോ അവൻ ഒഴിഞ്ഞു മാറും. പിന്നീട് ഞാൻ കേൾക്കുന്നത് കോട്ടയം ചന്തയിലെ 1-ാം നമ്പർ റൗഡിയാണ് എന്റെ മോനെന്ന. നാട്ടുകാർ അവനൊരു പേരും കൊടുത്തു, കോട്ടയം കുഞ്ഞച്ചൻ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എന്റെ അപ്പനും അമ്മയും എല്ലാം കൂടെ ആയിട്ട് ഈ ഭൂലോകത്തുള്ള ഒരാൾ അച്ഛനാ. അച്ഛോ വെട്ടാനും കുത്താനും ഒന്നും അല്ല ഞാൻ ജയിലിൽ നിന്ന് വന്നത്. ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ഓർത്ത് തന്നെയാ വന്നത്. ആദ്യം കിട്ടുന്ന കാശ് കൊണ്ട് അച്ഛനൊരു ലോഹ വാങ്ങിച്ചു തരണമെന്നോടെ ഞാൻ വിചാരിച്ചതാ. പക്ഷെ അവസാനം ആ പട്ടിയെ ചതിച്ചോ. അവൻ ആരാണ്? നിന്റെ അപ്പനോ അപ്പൂപ്പനോ? ആരാണ് അവൻ? എന്തിന്റെ പ്രതിഫലമാണ് നീ അവനോട് ഞാൻ ചോദിച്ചത്? നാണോ ഇല്ലടാ അവൻ ചോദിച്ചാനൊക്കെ? കുറച്ച് പണം ഞാൻ തരാം. നിനക്ക് ഇഷ്ടമുള്ള ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കും. ഇവിടെ എങ്ങും വേണ്ട, ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ. എനിക്ക് ഈ കോട്ടയം വിട്ട് എങ്ങും പോകാൻ വയ്യച്ചോ. വേറൊരു സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്നൊരു സ്ഥലമുണ്ട്, ഗ്രാമമാണ്. അവിടെ നിനക്ക് വർക്ക്ഷോപ്പ് ഇടുകയോ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയോ ഒക്കെ ചെയ്യാം. ഓടാങ്കര. ഞാൻ കുറച്ചു കാലം അവിടെ വികാരിയായിട്ടിരുന്നിട്ടുണ്ട്. ഓടാങ്കര.